വനിതാ കൂട്ടായ്മയിൽ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. ദേശീയപാതയോരത്ത് ചന്ദ്രാപ്പിനിയിലാണ് കാഴ്ചക്കാരുടെ മനം നിറച്ച് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന രത്നചന്ദ്രൻ, ആശാ രാജൻ, ഗൌരി ശിവദാസൻ എന്നിവരാണ് എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ചാമക്കാല സ്വദേശി മൊയ്തീൻകുട്ടിയുടെ 1/2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത്. അപ്പം ഞങ്ങളുടെ ഓഫീസർ സജ്ജന മാഡത്തിൻ്റെ പരിപൂർണ പിന്തുണ, എല്ലാ തരത്തിലുള്ള ഹെൽപ്പോട് കൂടി തന്നെയാണ് മാഡം വന്ന സ്ഥലവും കണ്ട് മാഡം തന്നെ തൈകൾ ഇറക്കി തന്ന് ഏറ്റവും വില കുറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി 3 രൂപയ്ക്കാണ് ഇറക്കി കൊടുത്തത്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു എഫേർട്ട് ഇതിനകത്ത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. വളം ഏർപ്പാട് ചെയ്യാനും എല്ലാ കാര്യത്തിനും മാഡം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങളായി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ. നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ 2500 ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാണകപ്പൊടിയും ഫാക്ടം ഫോസും ന്യൂട്രി മിക്സുമായിരുന്നു പ്രധാന വളം. മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് കൃഷിക്ക് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു. 2 മാസത്തിനു ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ വില കിട്ടിയാലും ഞങ്ങളിപ്പോൾ ചെലവാക്കിയതിൻ്റെ പകുതി പൈസയിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത്. അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും. TCV കയ്പമംഗലം.